ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഫോറിയർ സീരീസ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര തുടങ്ങുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് പീരിയോഡിക് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ പീരിയോഡിക് എന്നുള്ള വേർഡ് നമുക്ക് നേരത്തെ നല്ല പരിചയമുള്ളൊരു വേർഡാണ്. നമ്മുടെ ലൈഫിൽ പീരിയോഡിക്കായുള്ള ആക്ടിവിറ്റീസ് ഫിനോമിനൻസ് നമുക്കൊന്ന് പറയാൻ കഴിയുമോ? നമുക്ക് പീരിയോഡിക് ഫിനോമിന എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഇടവേളയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനോമിനൻസ്. അങ്ങനെയുള്ള ഫിനോമിനൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് ഫിനോമിനൻ പറയാം, അല്ലേ? ഇടവേള കൃത്യമല്ലെങ്കിലും അത് ഏകദേശം അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതൊരു പീരിയോഡിക് ഫിനോമിനനായി പറയാം. നമ്മുടെ ഒരു ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡിൻ്റെ റൊട്ടേഷൻ ഒരു പീരിയോഡിക് ഫിനോമിനനായിട്ട് പറയാം, അല്ലേ? അതുപോലെ നമ്മുടെ ഋതുഭേദങ്ങൾ എല്ലാം ഒരു ഓൾമോസ്റ്റ് പീരിയോഡിക് ഫങ്ഷൻസിന് എക്സാമ്പിൾസാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. മാത്തമാറ്റിക്സിൽ വരുമ്പോഴേക്കും അതായത് കുറച്ചുകൂടെ കൃത്യതയുണ്ടാവും. ആ ഇൻ്റർവെലിനും റിപ്പീറ്റേഷൻ എല്ലാം കുറച്ചുകൂടെ കൃത്യതയുണ്ടാവും. അപ്പോൾ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സിൽ പീരിയോഡിക് ഫിനോമിനൻസിലേക്ക് എക്സാമ്പിൾ വരുമ്പോൾ രണ്ട് ഗ്രാഫുകൾ ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഒന്ന് y = sin x മറ്റൊന്ന് y = cos x. നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഫങ്ഷൻസിലാണ്. പീരിയോഡിക് ഫങ്ഷന് ഐഡിയ ക്ലിയർ ആക്കാൻ ഈ ഒരു രണ്ട് ഫങ്ഷൻസിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം sin x ഫംഗ്ഷൻ എടുക്കാം. y = sin x. നമുക്കറിയാലോ, ഗ്രാഫ് നോക്കുകയാണെങ്കിൽ this is 1, this is -1. So sin of pi/2 = 1, sin pi is 0, sin of 3pi/2 = -1, അല്ലേ? sin 5pi/2 = 1, എക്സെട്ര. വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തു, ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്താ? sin of -7pi/2, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. sin 0. വാട്ട് ഈസ് sin 0? sin 0യുടെ വാല്യൂ നിങ്ങൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ sin 0 = 0 ആണ്. നിങ്ങൾ ഈ ആംഗിൾ 0യിലേക്ക് 2π ആഡ് ചെയ്യുക. അപ്പോൾ അത് 2π ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് sin of 0 + 2π. 0 + 2π is sin of 2π itself. And what is sin 2π? From the graph you can see that sin of 2π is also 0. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു വാല്യൂ ചൂസ് ചെയ്യാം. ഈ വാല്യൂ ചൂസ് ചെയ്തോ. വാട്ട് ഈസ് sin of -7pi/2? -7pi/2 ഇതാണ് പോയിൻ്റ്. അവിടെ സൈൻ്റെ വാല്യൂ 1 ആണ്. സോ -7pi/2 = 1 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ -7pi/2യിലേക്ക് 2π ആഡ് ചെയ്യുക. സോ sin of -7pi/2 + 2π ആഡ് ചെയ്യുമ്പോൾ നമുക്ക് this is 4π, 2 × 2π 4π, 4π -7π is -3pi/2. So this is equal to sin of -3pi/2. And what is sin of -3pi/2? You can see from the graph, you can see that sin of -3pi/2 is also 1. ഇപ്പോൾ നമ്മൾ -7pi/2 എന്നുള്ള ആംഗിളിലേക്ക് 2π അല്ല ആഡ് ചെയ്തത്. ആ 2πക്ക് പകരം നിങ്ങൾ 4π ആഡ് ചെയ്യുക. സോ sin of -7pi/2 + 4π. സിംപ്ലിഫൈ ചെയ്താൽ 2 × 4π 8π, 8π -7pi/, that is equal to sin of pi/2, and sin of pi/2 is also equal to 1, അല്ലേ? ഇനി വീണ്ടും ഇപ്പോൾ നമ്മൾ -7pi/2 ആംഗിളിലേക്ക് 2π ആഡ് ചെയ്തു, 4π ആഡ് ചെയ്തു. ഇനി നമുക്ക് 6π ആഡ് ചെയ്യാം. സോ sin of -7pi/2 + 6π, അല്ലേ? ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ ദിസ് ഈസ് 12π. So that is equal to sin of 5pi/2. And from the graph sin of 5pi/2 is also 1. അപ്പോൾ നോക്കൂ, ഇത് മനസ്സിലാക്കേണ്ട കാര്യം
നമ്മൾ സൈൻ ഓഫ് -7π/2 1 കിട്ടി. ആ -7π/2ലേക്ക് 2π ആഡ് ചെയ്തു, വാല്യൂവിന് മാറ്റമില്ല. 4π ആഡ് ചെയ്തു, വാല്യൂവിന് മാറ്റമില്ല. 6π ആഡ് ചെയ്തു, വാല്യൂവിന് മാറ്റമില്ല. ഇത് ഒറ്റ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു. ഇനി വേണേൽ വേറെ നോക്കാം. ഇതാ ഇവിടെ നോക്കിയോ, വാട്ട് ഈസ് സൈൻ ഓഫ് -π/2? സൈൻ ഓഫ് -π/2 ഈസ് -1. നിങ്ങൾ ഈ -π/2ലേക്ക് 2π ആഡ് ചെയ്യുക. 2π ആഡ് ചെയ്യുമ്പോഴാ π 2π ഇവിടെ വരും. അത് വീണ്ടും വാല്യൂ എത്രയാണ്? -1 ആണ്. വീണ്ടും സൈൻ ഓഫ് -π/2 -1. ആ -π/2ലേക്ക് നിങ്ങൾ 4π ആഡ് ചെയ്യുക. 4π ആഡ് ചെയ്യുമ്പം π 2π 3π 4π. വാട്ട് ഈസ് ദ വാല്യൂ? ദ വാല്യൂ ഈസ് അഗൈൻ -1. അപ്പോൾ സൈൻ്റെ ആംഗിളിലേക്ക് ഇങ്ങനെയൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സൈൻ ഓഫ് എക്സ്, ഈ എക്സിലേക്ക് നിങ്ങൾ 2π ആഡ് ചെയ്യുക. സൈൻ ഓഫ് എക്സ് പ്ലസ് 2π, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 4π, that will be equal to sin of x plus 6π etc. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, സൈനിൻ്റെ ആംഗിളിലേക്ക് നിങ്ങൾ 2π 4π 6π 8π etc. ദാറ്റ് മീൻസ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 2π ആഡ് ചെയ്യുമ്പോൾ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. ഇത് ആർക്ക് തന്നെ ഈക്വലാണ്? ഇത് സൈൻ എക്സിന് തന്നെ ഈക്വലാണ്. സോ വി സേ ദാറ്റ് sin x is periodic with the period 2π. ഒരാൾക്ക് വേണമെങ്കിൽ sin x is periodic with the period 4π പറയാം. sin x is periodic with the period 6π പറയാം. കാരണം സൈൻ്റെ വാല്യൂസ് 2πയിലും 4πയിലും 6πയിലും 8πയിലൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് എന്താണ്? sin x is periodic with the period 2π 4π 6π 8π etc. അപ്പോൾ ആ പീരീഡ്സ് ഞാൻ താഴെ നിന്ന് എഴുതാം. സൈൻ എക്സിൻ്റെ പീരീഡ്സ് 2π ഉണ്ട്, 4π ഉണ്ട്, 6π 8π etc. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾസ് ഓഫ് 2π അല്ലേ? ഇതിൽ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ ഏതാണ് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന? ആ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ 2π ആണ്. സോ വി സേ ദാറ്റ് സൈൻ എക്സ് ഈസ് പീരിയോഡിക് വിത്ത് ഫണ്ടമെൻ്റൽ പീരിയഡ് 2π. ക്ലിയർ? നമ്മളീ പറഞ്ഞ പ്രോപ്പർട്ടി 2π സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ മനസ്സിലായി. 4π സാറ്റിസ്ഫൈ ഇവിടുന്ന് മനസ്സിലായി. 6π സാറ്റിസ്ഫൈ ഉണ്ട്, ഇവിടുന്ന് മനസ്സിലായി. അതിൽ വരുന്ന ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ ആരാണ്? 2π ആണ്. ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേര് ഫണ്ടമെൻ്റൽ പീരീഡ് എന്നാണ്. ക്ലിയർ? സോ വി സേ ദാറ്റ് നമ്മൾ ചില കോണ്ടാക്ട്സിലൊക്കെ പറയുമ്പോൾ സൈൻ എക്സ് ഈസ് പീരിയോഡിക് വിത്ത് ഫണ്ടമെൻ്റൽ പീരീഡ് 2π എന്ന് പറയും. ചിലപ്പോൾ സൈൻ എക്സ് ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് 2π എന്നും പറയും. ക്ലിയർ? അപ്പോൾ സൈൻ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് 2π ആണ്. വാട്ട് അബൌട്ട് കോസ് എക്സ്? കോസ് എക്സിനെ അതുപോലെ എഴുതുന്നില്ല, നമുക്ക് ഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. വാട്ട് ഈസ് കോസ് 0? കോസ് 0 ഈസ് 1. നിങ്ങൾ ഈ ആംഗിൾ 0ലേക്ക് വീണ്ടും അതിനുമുമ്പ് ഒരു കാര്യം ഇവിടെ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ 2π 4π etc പറഞ്ഞല്ലോ. പൈ എന്നുള്ള നമ്പർ സൈനിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? 2π നോക്കണ്ട, നിങ്ങൾ പൈ ശ്രദ്ധിക്കുക. പൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? നമുക്ക് നോക്കാം. ഇതാ സൈൻ ഓഫ് -7π/2 1 ആണ്. 1 ആണ്. ഈ -7π/2 നിങ്ങൾ പൈ ആഡ് ചെയ്യുക. പൈ ആഡ് ചെയ്യുമ്പോൾ എവിടെയാണ് വരിക? പൈ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയല്ലേ വരിക? ആ വാല്യൂ എത്രയാണ് വരുന്നത്? -1 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ? സൈൻ ഓഫ് -7π/2 1 ആണ്. ആ -7π/2 നിങ്ങൾ പൈ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -5π/2 കിട്ടുന്നത്. -5/2 വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പം പൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ 2π ആണ്. പോസിറ്റീവ് എന്ന് പറയാൻ കാരണം ഒരാൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാലോ? സൈൻ ഓഫ് -7π/2 + 0 = 1. അപ്പോൾ ഈ പറഞ്ഞ അതുപോലെ സൈൻ ഓഫ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത 2π 4π 6π ഒക്കെ പറയാം. നമുക്ക് ഒരാൾക്ക് വേണം എന്ത് ചെയ്യാം? 0 ആഡ് ചെയ്യാം. 0 ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മളീ പറഞ്ഞ 2π 4π 6π etc കണ്ടീഷനിലേക്ക് തീർച്ചയായും നമുക്ക് ചേർക്കാൻ പറ്റിയ ഒരാളാണ് 0 അല്ലേ? പക്ഷേ 0ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. സൈൻ ഓഫ് എക്സ് പ്ലസ് 0 സൈൻ എക്സ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യും? പോസിറ്റീവേ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന പോസിറ്റീവ് നമ്പേഴ്സിൽ ലീസ്റ്റ് ആരാണ്? 2π ആണ്. സോ ദ ഫണ്ടമെൻ്റൽ പീരീഡ് ഓഫ് സൈൻ എക്സ് ഈസ് 2π. ക്ലിയർ? അപ്പോൾ അത് ക്ലിയർ ആണെന്ന് എഴുതുന്നു. നമുക്ക് കോസ് എക്സിലേക്ക് പോകാം. ബാക്കി കുറേ വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു നോക്കാവുന്നതാണ്, വേറെ ആംഗിൾസ് എടുത്തുകൊണ്ട്. ഇവിടുന്ന് വീണ്ടും വാട്ട് ഈസ് കോസ് 0? കോസ് 0 ഈസ് 1. നമുക്ക് കോസിൻ്റെ ആംഗിളിലേക്ക് നമുക്ക് പൈ ആഡ് ചെയ്ത് നോക്കാം. കോസ് 0 ഈസ് 1 വേണമെങ്കിൽ ഒന്ന് എഴുതാം.
കോസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1. ആ 0യിലേക്ക് നിങ്ങൾ പൈ ആഡ് ചെയ്യുക. അപ്പോൾ 0 പ്ലസ് പൈ എന്നല്ലേ ഉണ്ടാവുക. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു കോസ് പൈ. വാട്ട് ഈസ് കോസ് പൈ? കോസ് പൈ -1 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പൈ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമുക്ക് വീണ്ടും 2 പൈയിൽ നോക്കാം. വേറെ ആംഗിൾ എടുത്ത് നോക്കാം. ഇതാ ഈ ഒരു ആംഗിൾ എടുക്കാം. കോസ് ഓഫ് ഒരു ഡിഫറെൻ്റ് ആംഗിൾ ഇതാ ഇതെടുക്കാം. കോസ് ഓഫ് -4 പൈ. കോസ് ഓഫ് -4 പൈ. വാട്ട് ഈസ് ദ വാല്യൂ? -4 പൈയിൽ വാല്യൂ 1 ആണ്. കോസ് ഓഫ് -4 പൈ ഇസിക്കൽ 1. നിങ്ങൾ ഈ -4 പൈയിലേക്ക് 2 പൈ ആഡ് ചെയ്യുക. 2 പൈ ആഡ് ചെയ്താൽ കോസ് ഓഫ് -4 പൈ പ്ലസ് 2 പൈ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് -2 പൈ എന്നല്ലേ ഉണ്ടാവുക. വാട്ട് ഈസ് കോസ് ഓഫ് -2 പൈ? കോസ് ഓഫ് -2 പൈ ഈസ് അഗെയിൻ 1. ക്ലിയർ? വീണ്ടും കോസ് ഓഫ്, ഇപ്പോൾ നമ്മൾ -4 പൈ അല്ലേ ആഡ് ചെയ്തത്, -4 പൈയിലേക്ക് 2 പൈ അല്ലേ ആഡ് ചെയ്തത്. ഇനി നേരത്തെ ആഡ് ചെയ്തതുപോലെ 4 പൈ ആഡ് ചെയ്യാം. അപ്പം -4 പൈ പ്ലസ് 4 പൈ. -4 പൈ പ്ലസ് 4 പൈ ദാറ്റ് ബിക്കംസ് കോസ് 0. ആൻഡ് വാട്ട് ഈസ് കോസ് 0? കോസ് 0 ഈസ് 1 അല്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 6 പൈ ആഡ് ചെയ്യാം. 6 പൈ ആഡ് ചെയ്യുമ്പോൾ 2 പൈ എന്നല്ലേ ഉണ്ടാവുക. വാട്ട് ഈസ് കോസ് 2 പൈ? 1 അല്ലേ. അപ്പോൾ നമ്മുടെ കോസ് എക്സും സെയിം കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ കോസ് എക്സിൻ്റെ പീരീഡ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? 2 പൈ പോസിറ്റീവ് നമ്പേഴ്സ്, 2 പൈ 4 പൈ 6 പൈ 8 പൈ എക്സെട്ര. സോ cos x is also periodic with the periods 2 pi, 4 pi, 6 pi, 8 pi etc. അതിൽ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ ഏതാണ്? 2 pi ആണ്. സോ വി സേ ദാറ്റ് cos x is periodic with the fundamental period 2 pi. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് ജനറൽ ഡെഫിനിഷനാണ്. സോ യു കൺസിഡർ എ ഫംഗ്ഷൻ f of x. f of x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എപ്പോഴാണ് ഇനി ഈ ഫംഗ്ഷൻ്റെ പീരിയഡ് എപ്പോഴാണ് t എന്നുള്ള നമ്പർ? യു കൺസിഡർ എ നമ്പർ t ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യു കൺസിഡർ എ നമ്പർ t ഗ്രേറ്റർ ദാൻ 0 when we say that t is the period of f of x. if f of x plus t is equal to f of x ആണ്. A number t greater than 0 is the period of f of x if f of x plus t is equal to f of x. Sin x ൻ്റെ കേസിൽ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സാണ് 2 പൈ 4 പൈ 6 പൈ എക്സെട്ര. അതിൽ ലീസ്റ്റ് വരുന്ന ടീനെ വിളിക്കുന്ന പേരെന്താണ്? ഫണ്ടമെൻ്റൽ പീരീഡ് എന്നാണ്. ക്ലിയർ? ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് 2 പൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 6 പൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 8 പൈ ഈക്വൽ ടു എല്ലാ മാർക്ക് ഈക്വലാണ്, സൈൻ എക്സിന് ഈക്വലാണ് അല്ലേ. സോ ജനറലി ദ ഡെഫിനേഷൻ ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ പീരിയോഡിക് ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷൻ. ക്ലിയർ? ഇനി ഇതിൽ ചോദിക്കാവുന്നൊരു ചോദ്യം, നമ്മളിപ്പോൾ 2 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണല്ലോ കൺസിഡർ ചെയ്തത്, സൈൻ എക്സും കോസ് എക്സും. നിങ്ങൾക്ക് ടാൻ എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വരച്ച് നോക്കാം. ടാൻ എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് ഏത് നമ്പറാണ് ഇവിടെ 2 പൈ സാറ്റിസ്ഫൈ ചെയ്തതുപോലെ ഏത് നമ്പറാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ടാൻ എക്സ് ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് പൈ മതി അവിടെ. പൈ 2 പൈ 3 പൈ 4 പൈ എക്സെട്ര. അതിൽ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ ആരാണ്? പൈ ആണ്. സോ ടാൻ എക്സ് ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് ഫണ്ടമെൻ്റൽ പീരീഡ് പൈ ആണ്. അത് ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ക്ലിയർ? പക്ഷേ അവിടെയും കഴിഞ്ഞില്ലല്ലോ. നമ്മളിപ്പം 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ 3 പറഞ്ഞുള്ളൂ, സൈൻ എക്സും കോസ് എക്സും ടാൻ എക്സും. സൈൻ എക്സ് കോസ് എക്സ് ഫണ്ടമെൻ്റൽ പീരീഡ് 2 പൈ, ടാൻ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് പൈ. വാട്ട് അബൌട്ട് ദ അതർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്? കൊസീക് എക്സ്, സീക് എക്സ് ആൻഡ് കോട്ട് എക്സ്. അത് ഇതുപോലെ ഗ്രാഫ് വരച്ച് നോക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഗ്രാഫ് വരച്ചുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവരുടെ പീരീഡ് നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഗ്രാഫ് വരച്ചല്ലേ, കൊസീക് എക്സ്, സീക് എക്സ്, കോട്ട് എക്സ് ഗ്രാഫ് വരച്ചല്ലേ. ഇനി ഗ്രാഫ് അല്ലാതെ നോക്കൂ, ഈ സൈൻ എക്സും നമുക്ക് ഇനി കിട്ടേണ്ട ഒരാളല്ലേ കൊസീക് എക്സ്. സൈൻ എക്സും കൊസീക് എക്സും നമ്മളെ റിലേഷൻഷിപ്പ് എന്താ?
ഒരു റെസിപ്രോക്കൽസാണ് അല്ലേ. കൊസീക് എക്സ് ഇസിക്കൽ 1/sin x ആണ്. അതുപോലെ ഇനി കിട്ടേണ്ട ഒരാളല്ലേ സീക്ക് എക്സ്. സീക്ക് എക്സും കോസ് എക്സും നമ്മുടെ റിലേഷൻ എന്താ? ദേ ആർ റെസിപ്രോക്കൽ ഫങ്ഷൻസ് അല്ലേ. അതുപോലെ കോട്ടെക്സ് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഞാനൊരു ഇതായിട്ട് റിലേഷൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ പറയാം. റിസൾട്ട് 1. റിസൾട്ട് 1. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് പീരിയോഡിക്, if f of x is periodic with the period t, then 1 by f of x is also periodic. 1 by f of x is also periodic with the എത്രയായിരിക്കും പീരിയോഡ്? വിത്ത് the period t. നമുക്കതിന് പ്രൂഫ് നോക്കാം. തന്നിരിക്കുന്ന കാര്യം എഫ് ഓഫ് എക്സ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് ടി എന്നാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് ടി, ദെൻ ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈസ്. എന്താണ് കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി നമുക്കെന്താ കാണിക്കേണ്ടത്? 1/fൻ്റെയും പീരീഡ് എന്താണെന്ന് കാണിക്കണം? ടി ആണെന്ന് കാണിക്കണം. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നൗ 1/f ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു, യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ എഴുതണം. നൗ 1/f ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു 1/f ഓഫ് എക്സ് പ്ലസ് ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/, നോക്കൂ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്താണ്? എഫ് തന്നെയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/f ഓഫ് എക്സ്. ഉണ്ടോ? 1/f ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു 1/f ഓഫ് എക്സ് ആണ്. ആ എക്സിലേക്ക് നിങ്ങൾ ടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം ഫംഗ്ഷനാണ്. ദാറ്റ് മീൻസ് 1/f ഈസ് ഓൾസോ പീരിയോഡിക് വിത്ത് ദ സെയിം പീരിയഡ് ടി ആണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പീരിയോഡിക് വിത്ത് പീരിയഡ് ടി ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനും പീരിയോഡിക് വിത്ത് ഫംഗ്ഷൻ ടി ആണ്, പീരിയോഡ് ടി ആണ്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം പറയാലോ. സൈൻ എക്സ് പീരിയോഡ് 2π ആണ്. റെസിപ്രോക്കൽ കൊസീക് എക്സ് ഈസ് ഓൾസോ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π. കോസ് എക്സ് 2π ആണ്. റെസിപ്രോക്കൽ സീക്ക് എക്സും 2π ആയിരിക്കും. ടാൻ എക്സ് പൈ ആണ്. അപ്പോൾ റെസിപ്രോക്കൽ കോട്ടെക്സും പൈ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മുടെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ സൈൻ എക്സ്, കോസ് എക്സ്, കൊസീക് എക്സ് ആൻഡ് സീക്ക് എക്സ് ആർ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π, വൈൽ ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ് ആർ പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പീരിയോഡിക് ഫംഗ്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ റിസൾട്ടുകളാണ് പറയേണ്ടത്. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.